ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വിഷുവാൻ പോവാണ്. അപ്പം നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട് കേട്ടോ. നമ്മുടെ കണ്ണന് കണി കാണിക്കണം, അതുപോലെ നമുക്കും കണി കാണണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം നമുക്കത് വാങ്ങിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കൊടകര പന്തലുകാരൻ്റെ ഹോം ഡെപ്പോയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഉരുളി നോക്കാം. നമ്മൾ ശരിക്കും ഓട്ടുരുളിയിലാണ് കണി വെക്കേണ്ടത്. ഞാനിതുവരെ ഓട്ടുരുളി ഇല്ലാത്തതുകൊണ്ട് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിൽ വെച്ചിട്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാറ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുള്ള ആദ്യത്തെ വിഷു ആണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ വിഷു അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടുരുളിയിൽ തന്നെ കണി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ഓട്ടുരുളി പുതിയ നോക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ണിന് ഇന്ന് വിളക്ക് വെക്കുന്നത് ചെറിയൊരു വിളക്കിലാണ് കേട്ടോ. ചുണി വലിപ്പമുള്ള ഒരു വിളക്ക് ഇവിടെ നോക്കി, പക്ഷേ ഇവിടെ അതില്ല, ചെറിയ വിളക്കുകളില്ല. അപ്പോൾ ഇവരുടെ തന്നെ പന്തലുകാരൻ്റെ തന്നെ സ്റ്റേഷനറി കട ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെയുള്ള കുട്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് എന്തായാലും അവിടേക്ക് പോകേണ്ടി വരും. ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി പൂക്കളും ഇലകളൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. മോഡേൺ വീടിന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഈ ഹോം ഡെപ്പോയിലുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. കൊടകരക്കാർക്ക് നല്ലൊരു ഷോപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു കേട്ടോ. ഒരു ഉരുളി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു തട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ കണിക്കൊന്ന, പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്നയാണ്, എന്നാലും അത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബില്ലടിച്ച് കഴിഞ്ഞ് പൈസ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹോം ഡെപ്പോ ഇറങ്ങി ഇപ്പോൾ സ്റ്റേഷനറി കടയിൽ എത്തിയിട്ടുണ്ട്, പന്തലുകാരൻ്റെ. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതേ നമ്മുടെ മഞ്ചാടിക്കണ്ണനുണ്ട്, ചെറിയ വിളക്കുണ്ട്, തട്ടുണ്ട്, പിന്നെ ചെറിയൊരു ഓടക്കുഴൽ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മയിൽപ്പീലി ഇരിക്കുന്നുണ്ടായിരുന്നു. മയിൽപ്പീലി 3 മയിൽപ്പീലി വാങ്ങിച്ചു. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു. കണ്ണനും കണി കാണാനും നമുക്ക് കണി കാണാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഷോപ്പിൽ നോക്കിയപ്പോൾ കണ്ടോ, നിറയെ മയിൽപ്പീലി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് അതിനൊന്ന് തൊട്ട് നോക്കിയിട്ടോ, തൊട്ടപ്പോഴേക്കും അതിൻ്റെ മീത്തേക്ക് ഇങ്ങനെ മറിഞ്ഞു വീണു. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. ആ മയിൽപ്പീലികൾക്കും അറിയാലോ ഞാൻ കണ്ണൻ്റെ പ്രിയപ്പെട്ടവളാണെന്നുള്ള കാര്യം. അപ്പം അങ്ങനെ അവസാനം നമ്മളിത് വീട്ടിലെത്തി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ എന്തെല്ലാം വാങ്ങിച്ചു എന്നുള്ളത്. ഇതേ കണ്ണിന് വേണ്ടിയിട്ടുള്ള കണ്ടോ മയിൽപ്പീലിയും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാണിക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഈ ടേബിളിൻ്റെ മുകളിൽ വെക്കട്ടെ എല്ലാവർക്കും കാണാനായിട്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ ഉരുളിയും ഇതേ പൂവൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് ഇതേ തട്ട്, അപ്പൊ ഇതേ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ കണ്ടോ. ഞാൻ അന്ന് കുറേ നാൾ മുന്നേ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിക്കണം വിചാരിച്ചാണ്, പക്ഷേ അന്ന് പറ്റിയില്ല. അപ്പൊ എന്തായാലും ആഗ്രഹം ഞാനിപ്പോ വിഷുവായിട്ട് നിറവേറ്റി. എന്റെ കുഞ്ഞിക്കണ്ണനെ, മഞ്ചാടിക്കണ്ണൻ എനിക്ക് കിട്ടി. കണ്ടോ, അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അതേ കണ്ടില്ലേ, ഇത് നമ്മുടെ ഉരുളി, പിന്നെ വാൽക്കണ്ണാടി അത് ഞാൻ മുന്നേ വാങ്ങിച്ചു വെച്ചിരുന്നു, പിന്നെ ചെറിയ വിളക്ക്, അതിനൊരു തട്ടുണ്ട്, അതുപോലെ ഇതേ നമ്മുടെ മഞ്ചാടിക്കണ്ണൻ, പിന്നെ ചെറിയൊരു ഓടക്കുഴല്, പിന്നെ ഇതേ തിരുവുടയാട വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുത് നമ്മുടെ കയ്യിൽ വലുതുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ, കണ്ണൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ, പൂജാമുറി കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് വലുതാണ്. അപ്പോൾ നമുക്ക് കണി കാണാനായിട്ട് ചെറിയൊരെണ്ണം വാങ്ങിച്ചു. അതുപോലെ ഇത് ഇത്രയും സാധനങ്ങൾ കേട്ടോ. പിന്നെ ഈ വേറൊരു തട്ട് വാങ്ങിച്ചു, പിന്നെ 2 കോടിമുണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ കണ്ണൻ ഉടിപ്പിക്കാനാണ്, ഈ ഒരെണ്ണം നമുക്ക് കണി കാണാൻ വെക്കാനായിട്ടാണ് കേട്ടോ. വിലയ്ക്ക് പുതിയ മുണ്ട് വെക്കണമല്ലോ കണി കാണാനായിട്ട്. അപ്പം അത് ചെറിയ മുണ്ടാണ്, അതൊരു 30-35 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു മുണ്ടിന്. പിന്നെ അതുപോലെ ഞാൻ ഫസ്റ്റ് കാണിച്ചുല്ലോ അതെ നമ്മുടെ മയിൽപ്പീലി, പിന്നെ കണിക്കൊന്ന. നമ്മുടെ ഒറിജിനൽ കണിക്കൊന്ന കിട്ടിയില്ലെങ്കിൽ നമുക്കിത് വെക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമ്മുടെ കണിക്കൊന്ന മരത്തുമ്മ ഇപ്രാവശ്യം പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. അത് വെട്ടിയിരുന്നു, അപ്പോൾ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ അടുത്തൊന്നും കാണാനില്ല. ചോദിച്ചു നോക്കണം, കിട്ടിയില്ലെങ്കിൽ നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ കണ്ടില്ലേ, ഇപ്പം തന്നെ കാണാനായിട്ട് ശരിക്കും കണി വെച്ചതുപോലെ ഉണ്ട് അല്ലേ. എന്ത് രസമാണ് കാണാനായിട്ട്. അടിപൊളി. അപ്പം എല്ലാവരും ഒന്ന് തൊഴുതോളൂ കേട്ടോ. ഈ കണ്ണിന് നടുവിലുണ്ട്. അപ്പോൾ കണി ഒരുക്കണത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് നാളെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ.